സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ്, അതായത് ഇപ്പൊ MBBS, നഴ്സിംഗ് കൂടാതെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓഫ് കോഴ്സ് പറയാം പാരാമെഡിക്കൽ കോഴ്സസ് അല്ലെ. അപ്പൊ പാരാമെഡിക്കൽ കോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ, എല്ലാ സ്റ്റുഡൻസും എൻക്വയറി നടത്തുന്ന ഒരു ഫീൽഡ് പാരാമെഡിക്കൽ ആണ്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ EBS എഡ്യൂക്കേഷൻ. കോഴ്സസ് ഇന്ന് കേരളത്തിലും ഔട്ട്സൈഡ് കേരളയിലും ഒക്കെ ഒരുപാട് കോളേജസിൽ അവൈലബിൾ ആയി വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസ് ആയിട്ടുള്ള OT/AT, ഡയാലിസിസ്, റെസ്പിറേറ്ററി, അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, അതുപോലെ ഇപ്പൊ കാർഡിയാക്ക്, അതുപോലെ ഒരുപാട് കോഴ്സുകൾ ഇന്ന് പാരാമെഡിക്കൽ ഫീൽഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ കോഴ്സുകൾ നമ്മുടെ കേരളത്തിലാണ് നിങ്ങൾ അഡ്മിഷൻ സ്റ്റുഡൻസ് കൂടുതലും എൻക്വയറി നടത്തുന്നത് കേരളത്തിൽ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് LBS എന്ന് പറയുന്ന അലോട്ട്മെന്റ് വഴിയായിരിക്കും കേരളത്തിൽ അഡ്മിഷൻ പോകുന്നത്. ആ ഒരു അലോട്ട്മെന്റ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് +2-ന് 95 ആൻഡ് എബോവ്% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം നമുക്ക് ഈ ഒരു LBS എന്ന് പറയുന്ന അലോട്ട്മെന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ പ്രൈവറ്റ് കോളേജസിലായിരിക്കും, അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലായിരിക്കും നമുക്ക് നോക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് വേണം ചൂസ് ചെയ്യാൻ. അപ്പൊ ഓഫ് കോഴ്സ് നമ്മൾ കേരളത്തിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് കേരള തന്നെയായിരിക്കും. കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കോളേജസ് ഔട്ട്സൈഡ് കേരളയിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പാരാമെഡിക്കൽ കോഴ്സ് ആയിട്ടുള്ളത് OT ആൻഡ് AT, അതായത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. നമ്മുടെ കേരളത്തിൽ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പഠിക്കാൻ പറ്റുന്നത്. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിലും ഇനി നമ്മൾ LBS ത്രൂ അഡ്മിഷൻ എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പഠിക്കാൻ സാധിക്കുന്നത്. ഔട്ട്സൈഡ് കേരളയിൽ നമുക്ക് ഇത് കമ്പൈൻ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഔട്ട്സൈഡ് കേരളയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോളേജസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കോളേജസ് ഇന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, അതിപ്പോ മെഡിക്കൽ കോളേജ്, സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള കോളേജസും അവൈലബിൾ ആണ്. ഫസ്റ്റ് ഇയർ നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് കൂടുതലും വേണ്ടത് പ്രാക്ടിക്കൽ സെക്ഷൻ തന്നെയായിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് പോസ്റ്റിംഗ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ്, അതായത് കോളേജസും നമുക്ക് ഔട്ട്സൈഡ് കേരളയിൽ അവൈലബിൾ ആണ്. നമ്മുടെ നിയർ ബൈ കോയമ്പത്തൂര്, കർണാടക എന്നീ സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടെ പല കോളേജസിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പ്ലേസ്മെന്റും അവരുടെ സെയിം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഹോസ്പിറ്റലിൽ നമുക്ക് പ്ലേസ്ഡ് ആയി പോകാനായിട്ടും സാധിക്കും. ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തുന്ന ഈ ഒരു കോഴ്സ്, അതായത് പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്കും കൂടുതൽ അറിയാനായിട്ട്, അതായത് ഇപ്പൊ ഏതൊക്കെ കോളേജസിൽ അവൈലബിൾ ആണ്, ഇപ്പം ഓൾ ഇന്ത്യ ബേസിൽ ഏത് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് അവൈലബിൾ ആണെന്നുള്ളതും, അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, നമ്മുടെ നിയർ ബൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയൊക്കെ നമുക്ക് കേരള ഫുഡ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും, അതുപോലെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും, ഫീസ്, മറ്റു ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. സോ കോൺടാക്ട് EBS എഡ്യൂക്കേഷൻ.